ഹലോ. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫുജിഷ്ക ERPയിൽ ഒരു എക്സ്പെൻസ് ടാക്സ് പേയ്മെന്റ് ചെയ്യാന്നുള്ളതാണ്. ഈ ഒരു എൻട്രി എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ചില സമയത്ത് നമ്മൾ എക്സ്പെൻസ് ബില്ല് റിസീവ് ചെയ്താൽ നമുക്ക് ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ബില്ലുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ നോർമൽ ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത ബില്ലുകളാണെങ്കിൽ നമ്മളത് നോർമൽ പേയ്മെന്റ് എൻട്രി ആയിട്ട് ചെയ്താൽ മതി. പക്ഷേ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ബില്ലുകൾ നമുക്ക് എക്സ്പെൻസ് ടാക്സ് പേയ്മെന്റിൽ പോയിട്ട് എൻട്രി ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ട്രാൻസാക്ഷൻസിൽ വരെ ട്രാൻസാക്ഷൻസിൽ വൗച്ചേഴ്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് എക്സ്പെൻസ് ടാക്സ് പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ടാക്സ് പേയ്മെന്റ്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ ഇതിന്റെ പ്രിവ്യൂ കാണാനുള്ള ഓപ്ഷൻ, ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ അവൈലബിൾ ആണ്. ഇനി പുതിയൊരു എക്സ്പെൻസ് ടാക്സ് പേയ്മെന്റ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ന്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നാൽ നമ്മൾ ഇവിടുന്ന് ക്യാഷ് ആണോ ബാങ്ക് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ എക്സ്പെൻസിന്റെ ലെഡ്ജർ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ലെഡ്ജർ ഇല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ പുതിയൊരു ലെഡ്ജർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഇലക്ട്രിസിറ്റി അതല്ലെങ്കിൽ ടെലിഫോൺ ബില്ല് എന്നുള്ള ഏതെങ്കിലും ഒരു ടെലിഫോൺ എക്സ്പെൻസ് നമുക്കുള്ള ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട് കൊടുക്കുക. ഇവിടെ ഇൻക്ലൂഡ് ആണോ എക്സ്ക്ലൂഡ് ആയിട്ടുള്ള എമൗണ്ട് ആണോ എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം വാറ്റ് പെർസെൻറ്റേജ് എത്രയാണ് അത് കൊടുക്കുക. ഇനി നമുക്ക് റൗണ്ട് ഓഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ഇവിടെ സപ്ലയർ നെയിം എന്താണോ അത് സെലക്ട് ചെയ്യുക. ഇവിടെ സപ്ലയറിൻ്റെ കേസിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടെലിഫോൺ എക്സ്പെൻസ് ആണെങ്കിൽ ഇപ്പോൾ എയർടെൽ ആണെങ്കിൽ എയർടെൽ, അല്ലെങ്കിൽ ജിയോ ആണെങ്കിൽ ജിയോ, VI ആണെങ്കിൽ അതാണ് നമ്മൾ സപ്ലയറിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സപ്ലയർ നെയിം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ടാക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്, സപ്ലയറിൻ്റെ ഇൻവോയ്സ് നമ്പർ ഒന്ന് കൊടുത്തു. നോട്ട്സ് ഉണ്ടെങ്കിൽ അതും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ഇത് ഞാൻ സബ്മിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എൻട്രി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് എക്സ്പെൻസ് ടാക്സ് പേയ്മെന്റിൽ വരുമ്പോൾ ചെയ്യാനുള്ളത്. ഇനി ഇതിന്റെ റിപ്പോർട്ട്സിന്റെ സെക്ഷനിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ റിപ്പോർട്ട്സിൽ പോവാം. അതിനുശേഷം നമുക്കിവിടെ വാറ്റ് റിപ്പോർട്ട് എന്നുള്ള റിപ്പോർട്ട് ഉണ്ട്. ഇതിൽ നമുക്ക് ഇൻപുട്ട് എക്സ്പെൻസ് വാറ്റ് സമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഇതിൽ ഫിൽറ്ററിൽ പോയിട്ട് നമ്മൾ പീരീഡ് ഏതാണോ അത് കൊടുക്കുക. നമുക്ക് കസ്റ്റം ഡേറ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വാറ്റ് സമ്മറി ബൈ ഡേ എന്നുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ പോയാൽ നമുക്ക് ഇവിടെ ഈ എൻട്രീസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഇത്രയാണ് നമുക്ക് എക്സ്പെൻസ് ടാക്സ് പേയ്മെന്റ് കേസിൽ വരുമ്പോൾ പറയാനുള്ളത്.